സംസ്ഥാനത്ത് കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. തൃശൂർ മയിലാടുംപാറ സ്വദേശി ഷിജു ആണ് മരിച്ചത്. പീച്ചി മയിലാടുംപാറ വനമേഖലയിലാണ് കാട്ടാനാക്രമണം ഉണ്ടായത്. ഇന്ന് വൈകുന്നേരം 5:30 ആട് മേയ്ക്കാൻ പോയ യുവാവാണ് ഈ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ വനത്തിനോട് ചേർന്നുള്ള ഒരു മേഖലയാണ് ഈ പ്രദേശം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ മയിലാടുംപാറയിലുള്ള വനമേഖലയിലെത്തി ഈ ആടിനെ തീറ്റുന്നതിനിടയിലാണ് ഈ കാട്ടാന യുവാവിനരികിലേക്ക് എത്തുന്നത്, പിന്നീട് ആക്രമിക്കുന്നതും. പക്ഷെ ഇപ്പോഴും ഈ യുവാവിന്റെ മൃതദേഹം ഈ കാടിനുള്ളിൽ തന്നെയാണുള്ളത്. ഈ വൈകിയും യുവാവിനെ കാണാത്തതിനെ തുടർന്ന് നാട്ടുകാരാണ് ഇവിടെ എത്തി തെരച്ചിൽ നടത്തുന്ന ആ സമയത്താണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഈ കാട്ടാന ആക്രമിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ, അതോടൊപ്പം തന്നെ ആംബുലൻസ് പ്രവർത്തകരടക്കമുള്ളവർ ഈ മേഖലയിലേക്ക് എത്തി ഈ മൃതദേഹം അവിടെ നിന്ന് കാടിന് പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. മൃതദേഹം കാടിന് പുറത്തേക്ക് എത്തിച്ചാൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യും. നേരത്തെയും ഈ പീച്ചിയുടെ വിവിധ മേഖലകളിൽ ഈ കാട്ടാനാക്രമണമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ ഇവരൊക്കെ ഈ വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് ഈ ആടിനെ തീറ്റുന്നതൊക്കെ പതിവാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് ഇന്ന് വൈകുന്നേരം ഈ യുവാവും ഈ മേഖലയിലേക്ക് എത്തി ഈ ആടിനെ തീറ്റുന്നതിന് വേണ്ടി പോകുന്നത്. പക്ഷേ ആ സമയത്താണ് അപ്രതീക്ഷിതമായി കാട്ടാനാക്രമണം ഉണ്ടാകുന്നത്. അങ്ങനെ മയിലാടുംപാറ സ്വദേശിയായിട്ടുള്ള ഷിജു ആണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പക്ഷെ മൃതദേഹം ഇപ്പോഴും വനത്തിന് പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രാത്രി വൈകിയുള്ള ഒരു സമയത്താണ് ഈ മൃതദേഹം പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദൌത്യം അത് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. പക്ഷെ അത് ദുഷ്കരമാണ് എന്ന് വനംവകുപ്പും പറയുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവികൾ വഴിയിൽ ഉണ്ടാകുമോ എന്നെ സംബന്ധിച്ചൊക്കെ ഉള്ള സംശയങ്ങളും ആശങ്കയുമുണ്ട്. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് മൃതദേഹം പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദൌത്യമാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ഇപ്പൊ നാട്ടുകാരും എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒടുവിലത്തെ വിവരപ്രകാരം ഇവിടെ നിന്ന് പുറപ്പെട്ട സംഘം ഈ മൃതദേഹമുള്ള മേഖലയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് മൃതദേഹം പുറത്തേക്ക് എത്തിക്കും. അതിനുശേഷം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആടിനെ തീറ്റുന്നതിന് വേണ്ടിയാണ് ഷിജു ഈ മയിലാടുംപാറയിലെ വനമേഖലയിലേക്ക് എത്തിയത്. പക്ഷേ അതിനിടയിൽ കാട്ടാനാക്രമണം ഉണ്ടാകുകയും അവിടെ വെച്ച് ഷിജു കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന ഒരു സുഹൈൽ.